ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, CA അഥവാ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന കോഴ്സിൽ 3 എക്സാമുകളാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്കറിയാം. CA ഫൗണ്ടേഷൻ, CA ഇൻ്റർമീഡിയറ്റ് ആൻഡ് CA ഫൈനൽ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അഥവാ ICI ഒരു റീസെൻറ്റ് അപ്ഡേറ്റ് തന്നിരിക്കുകയാണ്. CA ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ് പോലെ തന്നെ CA ഫൈനൽ എക്സാമുകളും വർഷത്തിൽ 3 തവണകളായിട്ട് കണ്ടക്ട് ചെയ്യപ്പെടും. ജനുവരി, മെയ് ആൻഡ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും ഇനി അങ്ങോട്ട് CA ഫൗണ്ടേഷൻ ആണെങ്കിലും ഇൻ്റർമീഡിയറ്റ് ആണെങ്കിലും ഫൈനൽ എക്സാമുകളും കണ്ടക്ട് ചെയ്യപ്പെടുക. സോ ഈ 3 എക്സാം വിൻഡോസുമായി ബന്ധപ്പെട്ട് ഒരു ലാസ്റ്റ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ, അതിനെപ്പറ്റി നിർബന്ധമായിട്ടും ഓരോ CA സ്റ്റുഡൻറ്റും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമുക്ക് CA ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് ഏത് മാസമാണോ CA ഫൗണ്ടേഷൻ അപ്പിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ മിനിമം 4 മാസം മുന്നെങ്കിലുമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓരോ എക്സാം വിൻഡോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമ്പിൾസ് ഞാൻ പറയുന്നതായിരിക്കും. സപ്പോസ് ഒരു ജനുവരി എക്സാമിനാണ് നിങ്ങൾ ആദ്യമായി അപ്പിയർ ചെയ്യുന്നതെങ്കിൽ അതിന് 4 മാസം മുന്നോടിയായിട്ടുള്ള 1 സെപ്റ്റംബറിനുള്ളിൽ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും CA ഫൗണ്ടേഷൻ കോഴ്സ് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി അഥവാ നിങ്ങൾ മെയ് എക്സാമിനാണ് അപ്പിയർ ചെയ്യുന്നതെങ്കിൽ 1 ജനുവരിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു കോഴ്സിന് രജിസ്റ്റർ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു സെപ്റ്റംബർ എക്സാമിനാണ് ആദ്യമായി അപ്പിയർ ചെയ്യുന്നതെങ്കിൽ 4 മാസം മുന്നോടിയായിട്ട് 1 മെയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾ CA ഫൗണ്ടേഷൻ കോഴ്സ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് CA ഇൻ്റർമീഡിയറ്റിലേക്ക് വരാം. നമുക്കറിയാം CA ഇൻ്റർമീഡിയറ്റ് എക്സാമിന് ആദ്യമായി അപ്പിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അതിന് 8 മാസം മുന്നോടിയായിട്ട് തന്നെ നിർബന്ധമായിട്ടും CA ഇൻ്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിപ്പോൾ ഒരു CA ഫൗണ്ടേഷൻ സ്റ്റുഡൻ്റ് ആണെങ്കിലും ശരി, ഡിഗ്രി കഴിഞ്ഞിട്ട് നേരിട്ട് ഇൻ്റർമീഡിയറ്റിലേക്ക് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ശരി. അതായത് ആദ്യമായിട്ട് ഒരു ജനുവരി എക്സാമിന് CA ഇൻ്റർമീഡിയറ്റ് അപ്പിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ 8 മാസം മുന്നോടിയായിട്ടുള്ള 1 മെയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾ CA ഇൻ്റർമീഡിയറ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി അഥവാ ഒരു മെയ് എക്സാമിനേക്കാണ് നിങ്ങൾ ആദ്യമായി അപ്പിയർ ചെയ്യുന്നതെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള 1 സെപ്റ്റംബറിനുള്ളിൽ തന്നെ നിർബന്ധമായിട്ടും നിങ്ങൾ CA ഇൻ്റർമീഡിയറ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അവസാനമായിട്ട് ഒരു സെപ്റ്റംബർ എക്സാമിനാണ് നിങ്ങൾ അപ്പിയർ ചെയ്യുന്നതെങ്കിൽ മുന്നേയുള്ള 1 ജനുവരിക്കുള്ളിൽ തന്നെ നിർബന്ധമായിട്ടും നിങ്ങൾ CA ഇൻ്റർമീഡിയറ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അവസാനമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് CA ഫൈനൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്സ്. കാരണം റീസെൻ്റ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. CA ഫൈനൽ എക്സാമുകളും വർഷത്തിൽ 3 തവണകളായിരിക്കുമെന്ന്. അത് നമ്മൾ ആദ്യമേ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ CA ഫൗണ്ടേഷൻ, CA ഇൻ്റർമീഡിയറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് CA ഫൈനലിലേക്ക് വരുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞിട്ടുണ്ട് CA ഫൗണ്ടേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് 4 മാസം കഴിഞ്ഞിട്ടുള്ള എക്സാമിന് നമുക്ക് അപ്പിയർ ചെയ്യാം. ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് 8 മാസം കഴിഞ്ഞിട്ടുള്ള എക്സാമിന് നമുക്ക് അപ്പിയർ ചെയ്യാം. എന്നാൽ ഫൈനൽ എക്സാമിന് അപ്പിയർ ചെയ്യുക എന്നത് ഒരിക്കലും കോഴ്സിന് രജിസ്റ്റർ ചെയ്യുക എന്ന ഡേറ്റ് അല്ല. അതിന് പകരം ആർട്ടിക്കിൾഷിപ്പിന് നമ്മൾ എപ്പോൾ എൻ്റർ ചെയ്യുന്നു എന്ന ഡേറ്റും ആർട്ടിക്കിൾഷിപ്പ് നമ്മൾ എപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന ഡേറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾക്ക് കൃത്യമായിട്ട് തീരുമാനിക്കാൻ പറ്റുക. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം പുതിയ സ്കീം പ്രകാരം 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പിന് നമ്മൾക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ CA ഇൻ്റർമീഡിയറ്റിൻ്റെ 2 ഗ്രൂപ്പും നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞിട്ട് 6 മാസത്തെ കമ്പൽസറി ബ്രേക്കിന് ശേഷം മാത്രമേ CA ഫൈനൽ എക്സാമിന് നമ്മൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനർത്ഥം ഏതൊരു CA ഫൈനൽ എക്സാം വിൻഡോയിലേക്ക് നിങ്ങൾക്ക് എലിജിബിൾ ആവണമെങ്കിൽ അതിൻ്റെ 2.5 വർഷം മുന്നെയെങ്കിലും നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങിയിരിക്കണം, അതിന് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി ഓരോ CA ഫൈനൽ എക്സാം വിൻഡോനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഒരു ജനുവരി CA ഫൈനൽ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻറ്റ് 2.5 വർഷം മുന്നേ ഉള്ള 30th ജൂണിനുള്ളിൽ നിങ്ങളുടെ ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങിയിരിക്കണം, അതിന് രജിസ്റ്റർ ചെയ്തിരിക്കണം. അടുത്തതായിട്ട് ഒരു മെയ് എക്സാമിന് അപ്പിയർ ചെയ്യുന്ന ഒരു CA ഫൈനൽ സ്റ്റുഡൻറ്റ് അതിന് 2.5 വർഷം മുന്നേ ആയിട്ടുള്ള 31 ഒക്ടോബറിനുള്ളിൽ ആർട്ടിക്കിൾഷിപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഒരു സെപ്റ്റംബർ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന ഒരു CA ഫൈനൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതിന് 2.5 വർഷം മുന്നോടിയായിട്ടുള്ള ഫെബ്രുവരി 28 ഓർ 29 അതിന് മുന്നോടിയായിട്ട് തന്നെ നിർബന്ധമായിട്ടും നിങ്ങളുടെ ആർട്ടിക്കിൾഷിപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കണം. കുറച്ചും കൂടി പ്രാക്ടിക്കലി കറൻറ്റ് സിനാരിയോയിൽ പറയുകയാണെങ്കിൽ വരാനിരിക്കുന്ന ജൂൺ 30 ഒരു കുട്ടി ആർട്ടിക്കിൾഷിപ്പ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 2.5 വർഷം കഴിഞ്ഞിട്ടുള്ള ജനുവരി 2028 എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട്
31 ഒക്ടോബറിനുള്ളിലാണ് ഒരു കുട്ടി ആർട്ടിക്കിൾഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ 2.5 വർഷം കഴിഞ്ഞിട്ടുള്ള മെയ് 2028 എക്സാമിനാണ് ആ കുട്ടിക്ക് CA ഫൈനൽ എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റുക. ഇനി അത് കഴിഞ്ഞിട്ടുള്ള 28 ഫെബ്രുവരി 2026 രജിസ്റ്റർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ 2028 CA ഫൈനൽ എക്സാമിന് എലിജിബിൾ ആവുന്നതാണ്. 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പിന് ശേഷമുള്ള 6 മാസത്തെ ബ്രേക്കിൽ സെൽഫ് പേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾ എക്സാം, അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ITT, അതുപോലെ തന്നെ MCS പോലുള്ള കോഴ്സുകൾ ഒരു കുട്ടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആ കുട്ടിക്ക് CA ഫൈനൽ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നതുകൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾ കൂട്ടി വായിക്കണം. സോ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന കോഴ്സിൻ്റെ 3 സ്റ്റേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 എക്സാം വിൻഡോസിനെ പറ്റി ഒരു കൃത്യമായ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.